അയാൾക്ക് കൊടുക്കാനുള്ള എന്താ വെച്ചാൽ അങ്ങോട്ട് കൊടുക്കാന്ന് വിചാരിക്കായിരുന്നു. ചലച്ചിത്രതാരം ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ എന്ന വിവരമാണ് വരുന്നത്. പോയി ട്രോഫി ഞാനിപ്പോ കൊടുക്കാൻ പോവാ. ഗുഡ് മോർണിംഗ് ഹണി റോസ്, വെൽ ഡൺ. ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു ബോബി. അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളൂ, വെടിന്ന് പറഞ്ഞിട്ടില്ലേ. പാക്കരപ്പിള്ള തോന്നിവാസം പറയരുത്. ഇങ്ങനൊക്കെ പറയുന്നത് കോർട്ടലക്ഷ്യമാണെന്ന് അറിയാമോ? അതെന്താ സാർ, കൂടുതൽ നാളെ അകത്തെടുക്കാൻ പറ്റുന്ന വകുപ്പാണോ? അണി തിരക്കല്ലേ. എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. I don't like your attitude. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. നമ്മളിപ്പോ അതേ സെൻസിൽ എടുക്കുന്നവരുടെ അടുത്ത് നമ്മൾ തമാശ പറയാറുണ്ട്. നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. ഇവിടെ ഹണി റോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചു. പക്ഷെ പലരും റോങ് രീതിയിൽ ഇതുള്ളത് കൊണ്ടാണ്. ഏതുള്ളതുകൊണ്ട് അയ്യേ എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമേൻ. അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോബി ചെമ്മണ്ണൂർ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ, ഒരു സുഖം, ഒരു മനസുഖം. മഹാഭാരതം റിലേറ്റഡ് ആയ കഥയുമായി ബന്ധപ്പെട്ടായിരുന്നു താങ്കൾ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ എന്തെങ്കിലും ചടങ്ങോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയില്, അതിലൊരു കഥാപാത്രം ഉണ്ട് ഇവരോട് സാദൃശ്യമുള്ളത്. ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് താങ്കൾ പറഞ്ഞല്ലേ, ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞോ? അല്ല, അതൊരു പ്രാവശ്യം പറഞ്ഞുള്ളൂ. പിന്നെ അടുത്ത ഇനാഗ്രേഷൻ ഇതുപോലെ വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞുണ്ടായി. സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപമകൾ ഇങ്ങനെ പറയേണ്ടത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? കൗതുക ലേശം കൂടുതലാണ്. ഒരു സോറി പറയാമായിരുന്നില്ലേ? അല്ല, അവരുടെ അടുത്ത് സോറി പറയണോണ്ട് യാതൊരു വിരോധമില്ല. ഞാൻ ചെന്നൊന്ന് മാപ്പ് പറഞ്ഞിട്ട് വരാം. നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു വിഷമം അറിഞ്ഞോ അറിയാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവിടെ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ വിഷമമുണ്ട് അങ്ങനെ വന്നതില്. തീർച്ചയായിട്ടും അതിനെ സോറി പറയണോണ്ട് എന്താണ്.